സഭാ തർക്കം. ചാലിശ്ശേരി പള്ളിയിൽ സെമിത്തേരിയിൽ പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. യാക്കോബായ വിശ്വാസികൾ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ എത്തിയപ്പോഴാണ് ചാലിശ്ശേരി പോലീസ് ഭൂരിപക്ഷ വിശ്വാസികളെ പ്രധാന ഗേറ്റിൽ തടഞ്ഞത്. എന്നാൽ ഞായറാഴ്ച സെമിത്തേരിയിലേക്ക് പോകുവാൻ എത്തിയപ്പോൾ പ്രധാന ഗേറ്റ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒത്താശയോടെ പാലക്കാട് ജില്ലാ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികൾ തടയുകയാണെന്ന് യാക്കോബായ വിശ്വാസികൾ ആക്ഷേപം ഉന്നയിച്ചു. ഇന്ന് വിശുദ്ധ കുർബാനാനന്തരം പൂർവികരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്തുവാനായിട്ട് വിശ്വാസികൾ കടന്നു വന്നു. ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ പൂർവികരെ ഈ സെമിട്രിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അവരെ അടുക്കൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഈ ഗേറ്റ് അതിന് വിപരീതമായി പൂട്ടുകയും അതുപോലെ തന്നെ പോലീസ് നിരനിന്ന് ഞങ്ങളെ തടയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശമാണ് അവരുടെ പൂർവികരുടെ കല്ലറയ്ക്കിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുപോലും ചാലശ്ശേരിയുടെ മണ്ണിൽ അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നാളുകളായി ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച വന്നിരുന്നു. അന്ന് സാറുമാർ പറഞ്ഞതനുസരിച്ച് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിതിന് മറുപടി നൽകാം എന്ന് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച തിരിച്ചുപോയി. കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ കൊടുത്തപ്പോൾ അവിടെ നിന്ന് സാറ് വിളിച്ചതനുസരിച്ച് ഈ ആഴ്ച തന്നെ നിങ്ങൾ ആദ്യമായി നിങ്ങൾക്കൊരു ചർച്ചയുണ്ട്, അതുകൊണ്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ആ വാക്കിനെ മാനിച്ച് കഴിഞ്ഞ ആഴ്ച വന്നില്ല. എന്നാൽ ഇതുവരെ അതിനൊരു നീക്കുപോക്ക് ഉണ്ടാകാത്തത് കൊണ്ട് ഇന്ന് ഞങ്ങൾ കടന്നു വന്നത്. കഴിഞ്ഞ 15-ന് പ്രതിഷേധിച്ച യാക്കോബായ വിശ്വാസികളോട് 3 ദിവസത്തിനകം പരിഹാരം കണ്ടെത്താമെന്ന് ഉദ്ദേശിച്ചിരുന്നു. 15 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് പള്ളി ഭരണസമിതി പറഞ്ഞു. പ്രവേശനത്തിനും തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടങ്ങി. തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഫോണിലൂടെ ബന്ധപ്പെട്ടു. ബുധനാഴ്ച ഇരു വിഭാഗവുമായി ചർച്ച നടത്താമെന്ന ധാരണയിൽ വിശ്വാസികൾ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. ഇപ്പോൾ അല്പം മുമ്പ് പ്രിയപ്പെട്ട സാറ് മിഥുൻ പ്രേംരാജ് ഞങ്ങളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ബുധനാഴ്ച നിങ്ങളുമായിട്ടൊരു ചർച്ചയുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും ഇന്ന് താൽക്കാലികമായി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന RDOയുടെ വാക്കിനെ മാനിച്ചാണ് ഇവിടെ ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മൾ ദൈവാലയത്തിൽ കയറുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല. വിശ്വാസികൾ മാത്രമാണ് അവിടെ പൂർവികരുടെ കല്ലറയിൽ പോവുകയുള്ളൂ. വൈദികർ ആരും പോകുകയില്ല. അത് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുക. പക്ഷെ ഞങ്ങളുടെ വിശ്വാസികളുടെ ആവശ്യം സംരക്ഷിക്കപ്പെടേണ്ടതും അവിടെ പൂർവികരുടെ കല്ലറയിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. തൃശൂർ ഭദ്രാസനത്തിൽ 2017 സുപ്രീം കോടതി വിധിക്ക് ശേഷം പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി, തൃശൂർ ഭദ്രാസനത്തിലെ ചേലക്കര, മാന്നാമംഗലം എന്നീ പള്ളികൾ ഉൾപ്പെടെ കേരളത്തിലെ 60 പള്ളികളാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത പള്ളികളിലെ 59 ഇടങ്ങളിലും സെമിത്തേരിയിലേക്ക് പ്രവേശിച്ച് കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിന് വിശ്വാസികൾക്ക് തടസ്സമില്ല. എന്നാൽ ചാലിശ്ശേരിയിൽ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗം തടസ്സം സൃഷ്ടിക്കുന്നത്. 59 പള്ളികളിലും എല്ലാവരും സെമിത്തേരിയിൽ പ്രവേശിക്കുകയും ചാലിശ്ശേരി സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ തടയുകയും ചെയ്യുന്നത് നിയമനിഷേധമാണെന്ന് യാക്കോബായ വിശ്വാസികളെ തടയാൻ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന് ഹൈക്കോടതി മറ്റു കീഴ്ക്കോടതികളിൽ നിന്ന് പോലും ഒരു നിർദ്ദേശവും ഇല്ല. കൂടാതെ ഡിസംബർ 3-ന് സുപ്രീം കോടതി സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ തടയുന്നതിനെതിരെ മാർഗനിർദ്ദേശവും നൽകിയിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾക്ക് നീതി നിഷേധിക്കുകയാണെന്നും മരിച്ചുപോയ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തത് നീതീകരിക്കാൻ കഴിയില്ലെന്നും യാക്കോബായ വിഭാഗം ഇടവ വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ മറ്റ് 60 പള്ളികളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അവിടെയെല്ലാം പൂർവികരുടെ കല്ലറയിൽ പോകുന്നുണ്ട്, വിശ്വാസികൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഈ ചാലശ്ശേരിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നിയമസംഘം. ഇത് മാറിയേ മതിയാവൂ. ഞങ്ങളുടെ പൂർവികരുടെ കല്ലറയിൽ വിശ്വാസികൾക്ക് കയറി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരവസരം ഒരുക്കി തരണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് താൽക്കാലികമായി RDO സാറിന്റെ കളക്ടർ സാറിന്റെ വാക്കിനെ മാനിച്ചിട്ട് ഞങ്ങൾ തൽക്കാലം പിരിഞ്ഞു പോവുകയാണ്. ഈ ബുധനാഴ്ച ഒരു ചർച്ചയ്ക്ക് തയ്യാറായതുകൊണ്ട് നമ്മളെപ്പോഴും ഗവൺമെന്റിന്റെ വാക്കുകളെ, സാർമാരുടെ വാക്കുകളെ മാനിക്കുന്നു. ഈ സാർമാരോടും ഞങ്ങൾക്ക് വളരെ സ്നേഹം മാത്രമുള്ള നിങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ മാനിച്ച് തൽക്കാലം ഇവിടെ ഒന്ന് പിരിഞ്ഞു പോകാനായിട്ട് ഇന്ന് ക്രമീകരിക്കപ്പെടും. ഇതുപോലത്തെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും അവിടെ ഭാരവാഹികളും പള്ളി കോമ്പൗണ്ടിൽ മശാന സ്ഥലങ്ങൾ, സ്കൂൾ
ആശുപത്രികൾ തുടങ്ങിയ എല്ലാ പൊതു സൗകര്യങ്ങളും കത്തോലിക്കർ ഉൾപ്പെടെ എല്ലാവർക്കും തുടർന്നും പ്രയോജനപ്പെടുത്തണമെന്ന് രേഖാമൂലം ഉറപ്പു നൽകേണ്ടതാണ് പ്രതിജ്ഞാബദ്ധരാകുന്നു. അതുപോലെ തന്നെ പൊതു സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതായി 1934 ഭരണഘടനയിലുള്ള വിധേയത്വം ഈ കോടതി കാലാകാലികൾ പുറപ്പെടുവിക്കുന്നത് തുടർനിർദ്ദേശത്തിന് വിധേയമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് 34 ഭരണഘടന പ്രകാരം സെമിട്രിയിൽ പോകാൻ ഒരു തടസ്സമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് പോകണം. ഞങ്ങളുടെ അവകാശം സ്ഥാപിച്ച് തരുമ്പോൾ ഞങ്ങൾക്ക് അവകാശം പൂർവികരുടെ കല്ലറക്കിൽ പോയേ മതിയാവും. വരും കാലങ്ങളിൽ അതിനൊരു സംവിധാനം ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പോലീസുകാരാണ് നമ്മളെ തടഞ്ഞിട്ടുള്ളത്. ഗേറ്റ് പൂട്ടിയിട്ടുള്ള ഗേറ്റ് ഉള്ളിൽ നിന്നും പുറകിൽ നിന്നും അടച്ചിട്ടുള്ളൂ, പൂട്ടിയിട്ടില്ല. പോലീസുകാരാണ് ഇപ്പോൾ നമ്മളെ. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ഞായറാഴ്ച നടത്തിയപ്പോൾ നമ്മൾ ഗേറ്റ് അവർ ചാനലിൽ പറഞ്ഞിരിക്കുന്നത് ഗേറ്റ് ഞങ്ങൾ പൂട്ടിയിട്ടില്ല, നിങ്ങൾ പ്രകോപനപരമായിട്ട് വന്നതാണ്. നിങ്ങൾ പ്രകോപനപരമായിട്ടല്ല വന്ന് ഞങ്ങൾ മരിച്ചുപോയവരുടെ പരേതരെ അവിടെ പ്രാർത്ഥിക്കാൻ മാത്രം വന്നിരിക്കുക. ഇന്നും അതുപോലെ ചെയ്തിരിക്കണേ. ഗേറ്റ് അവരെ ഉള്ളിന്ന് പൂട്ടിയിട്ടില്ല, പോലീസുകാരോട് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനകത്തേക്ക് പള്ളിയിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സെമിത്തേരിക്ക് മാത്രമേ പോകണ്ടോ. ഞങ്ങൾ ഇന്ന് 903 പേര് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ 903 പേരെയും പുറത്തു നിർത്തിയിരിക്കുകയാണ്. കേവലം 25 പേരാണ് ആ പള്ളീൻ്റെ അകത്തുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർവാഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ തന്നെ കയറുന്നു. ഞങ്ങൾക്ക് സെമിത്തേരിക്ക് മാത്രമേ വേണ്ടൂ. ഞങ്ങൾ പൂർവികരെ കല്ലറയ്ക്ക് പോവേ പറ്റുമോ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതിയും നൽകി. ചാലിശ്ശേരി SHOന്റെ നേതൃത്വത്തിൽ വൻ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു.